ഷാവ് പ്രസാദ്, ഇവിടെ LDFന്റെ തുടർഭരണം ആഗ്രഹിച്ച ആളാണ് താങ്കൾ. അതിന് കാരണം CPM സ്നേഹമല്ല, കോൺഗ്രസ് മുടിഞ്ഞു മുണ്ടക്കോല് എടുത്ത് ഈ രാജ്യത്തുണ്ടാവരുത് എന്ന RSS വികാരമാണ്. മാത്രമല്ല ഇപ്പോഴിത് കാണാനില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എണ്ണി പറഞ്ഞ് തോൽപ്പിക്കേണ്ട ഒരു ലിസ്റ്റ് താങ്കൾ ഇട്ടയാളാണ്. ഒന്നാം പേരുകാരൻ VD സതീശൻ, PT ബൽറാം അടക്കം താങ്കളുടെ ലിസ്റ്റിലുള്ള എല്ലാവരും ജയിച്ചു. ഈ കാഴ്ചകളെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ടോ ഷാബു പ്രസാദ്? ഇവിടെ നമ്മുടെ ജനാധിപത്യമല്ലേ ഹാഷ്മി? ആ ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ ചിലപ്പോൾ എഴുതിയെന്നും പ്രകടിപ്പിച്ചെന്നും വരും. അതുപോലെയെല്ലാം സംഭവിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, യാതൊരു നിർബന്ധമില്ലാതെ വന്നു കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ആ റിസൾട്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി. ജനവിധി ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് ഈ കഴിഞ്ഞതല്ലേ അവിടെ കഴിഞ്ഞു. അവിടെ നമ്മൾ ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധമാണ്. അത് കഴിഞ്ഞു. അവിടെ പലതരത്തിലുള്ള വാക്പോരുകളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും മറുവെല്ലുവിളികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടും ആഗ്രഹവും ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണത്. പക്ഷേ ജനവിധി ഇങ്ങനെയാണ് വന്നത്. ആ ജനവിധി ഞാൻ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? താങ്കൾ തോൽപ്പിക്കേണ്ട ലിസ്റ്റ് ഇട്ട ആ ലിസ്റ്റ് ഇപ്പോൾ കാണാനില്ല. പക്ഷേ ലിസ്റ്റിലുള്ള എല്ലാവരും ജയിച്ചു എന്നുള്ളതാണ്. ആയിക്കോട്ടെ, ജയിച്ചേ. അത് ഇനിയിപ്പോൾ എനിക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? അവർ ജയിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഹാഷ്മി. അവിടെ ഇനി അതിനെ ചൊല്ലി ഞാനിവിടെ എന്ത് ന്യായീകരണം നടത്താനാണ്? അതവിടെ കഴിഞ്ഞു. ജനവിധി അതായിരുന്നു. 102 സീറ്റിന്റെ ഒരു മഹാവിജയം UDF സമ്മാനിച്ചു. മഹാവിജയത്തിന്റെ ഗ്ലോറി, ആ ഗ്രേസ് പോലെ അവർക്ക് ഭരിക്കാൻ 5 വർഷം കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ബാക്കി പോയ കാര്യങ്ങളോ കഴിഞ്ഞ കാര്യം. അതെ, അല്ല അതവർക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അവരോട് ആശംസിക്കുന്നതും. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലെ ഈ കഴിഞ്ഞ 10-75 വർഷത്തെ തെരഞ്ഞെടുപ്പുകളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്ക്. ഈ ഒരു 2 പ്രാവശ്യം മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് 5 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ 70-ൽ പരം വർഷങ്ങളിൽ 82 മുതൽ 87 വരെ കരുണാകരനും 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിക്കും. അല്ലാതെ ഒരൊറ്റ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്? അത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 8-10 ദിവസങ്ങളിൽ കണ്ട ആ കോൺഗ്രസിൻ്റെ അകത്തെ അന്തഛിദ്രം, പടലപ്പിണക്കം, പാരവെപ്പ്, പാലം വലിക്കൽ, ഇതെല്ലാമാണ് സാക്ഷാൽ കരുണാകരന് പോലും അതിന് കീഴടങ്ങേണ്ടി വന്നത്. ചരിത്രത്തിലെ UDFൻ്റെ ഏറ്റവും വലിയ വിജയമുണ്ടായത് 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 140-ൽ 120 സീറ്റാണെന്ന് UDF ജയിച്ചത്. ഏറ്റവും വലിയ വിജയം. അതിനെക്കാട്ട് വലിയൊരു വിജയം ഉണ്ടായിട്ടില്ല അതിന് മുൻപും അതിന് പിൻപും. പക്ഷേ കരുണാകരൻ ഭരിച്ചത് 2 വർഷം. ഒരു 2 വർഷം ഭരിച്ചിട്ടില്ല, തികച്ച് ഒരു വർഷമാണ്. ആ 77 മുതൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായ ആ 77 മുതൽ 82 വരെ കേരളത്തിൽ 6 മുഖ്യമന്ത്രിമാരും ഉണ്ടായി. കരുണാകരൻ, AK ആൻ്റണി, CH മുഹമ്മദ് കോയ, പിന്നെ EK നായനാർ, PK വാസുദേവൻ നായർ, 5 മുഖ്യമന്ത്രിമാർ. ഇതും നമ്മുടെ കൺമുമ്പിലുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിനുള്ളിലെ ആ കടുത്ത വിഭാഗീയതയാണ്. ഇപ്പോൾ വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF നേടിയത് എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല. നന്നായി, നല്ല വിജയം. ഇപ്പോൾ 60 വർഷത്തിന് ശേഷം സമ്പൂർണ്ണ മന്ത്രിസഭാ അധികാരത്തിലേക്ക് നാളെ അധികാരമേൽക്കുന്നു. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ അനൂപ് അത് നിഷേധിക്കും. അദ്ദേഹം ഒരു പാർട്ടി പ്രതിനിധിയായിട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നിഷേധിച്ചേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തിനും അതൊക്കെ നിഷേധിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ നമുക്കറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണ് ഈ കഴിഞ്ഞ 4-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നടന്നത് എന്നുള്ളതറിയാം. ഇതൊന്നും ആരുടെയും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇവിടെ VD സതീശനിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ മിസ്റ്റേക്കിന് വേണ്ടി കാത്തുകാത്തിരിക്കുന്നവർ കോൺഗ്രസിനുള്ളിലും ഈ മന്ത്രിസഭയിലും ഉണ്ട്, പാർട്ടിക്കുള്ളിലുമുണ്ട്.
കരുണാകരനെ പുറത്താക്കിയതുപോലെ ഒരു ചാരക്കേസിൽ, അന്നത്തെ ചാരക്കേസിൽ കരുണാകരനെ പാലം വലിച്ച് പുറത്താക്കിയതുപോലെ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ വി ഡി സതീശൻ്റെ കാലുവാരാൻ, പാലം വലിക്കാൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പാർട്ടിക്ക് ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ പോലും ഉണ്ട്. യാതൊരു സംശയമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അതാണ്, നമ്മുടെ മുമ്പിലുള്ള ഡേറ്റ അതാണ്. അങ്ങനെയാണെങ്കിലും ഒരു പുതിയ ചില രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പറയുന്ന പുതിയ ചില സന്ദേശങ്ങൾ, അത് ഈ പറയുന്ന വർഗീയതയോട് തരിമ്പ് പോലും വിട്ടുവീഴ്ചയില്ല, ഏതെങ്കിലും സമുദായ നേതാക്കളോട് തരിമ്പ് പോലും വിട്ടുവീഴ്ചയില്ല എന്നൊക്കെയുള്ള പുതിയ പ്രഖ്യാപനം നടത്തി 102 സീറ്റ് വരുന്നതാണ്. നമുക്ക് നോക്കാം, നമുക്കതിൽ മുൻകൂതി വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.